ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പാറയുമേ, വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയ നാഥനെ സ്തുതിച്ചിടുന്നു. വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയ നാഥനെ സ്തുതിച്ചിടുന്നു. വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയ നാഥനെ സ്തുതിച്ചിടുന്നു. കർത്താവിനാൽ അനുഗ്രഹമായ നല്ല വിശുദ്ധ പകൽക്കാലത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ പകൽക്കാലം സഭായോഗത്തിനായി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യരായ ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ ഏവർക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവത്തെ ഒരിക്കൽ കൂടെ ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു അവസരം കൂടെ നൽകി തന്ന കർത്താവിൻ്റെ വിശ്വസ്തതകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയുടെ ഓരോ ദിവസങ്ങളിലും കർത്താവ് നമ്മെ അത്ഭുതകരമായി പരിപാലിച്ചു. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ നമ്മിൽ ദൈവം അവസരങ്ങളെ കർത്താവ് ഒരുക്കിയ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആത്മാർത്ഥതയോടെ ദൈവത്താൽ ഭരമേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നന്നായി ചെയ്യുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിശ്ചയിക്കപ്പെട്ടതായ ആത്മീയ കൂടിവരവുകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അതിലാവോളം കടന്നു വന്ന് സംബന്ധിക്കുവാനായിട്ട് അവസരങ്ങൾ കണ്ടെത്തിയ എല്ലാവരോടുള്ള പ്രത്യേക നന്ദി കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ പകൽക്കാലവും ഒരു മാസയോഗത്തിൽ സംബന്ധിപ്പാൻ നമ്മുടെ സഭയിൽ നിന്ന് ചില ദൈവമക്കൾക്ക് ദൈവം ഇടവരുത്തി. അതോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഇത്രത്തോളം നമ്മെ പരിപാലിച്ചല്ലോ. കർത്താവിൻ്റെ എല്ലാ ദയ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചൊവ്വാഴ്ച പകൽക്കാലം മുതൽ ഇന്നലെ രാത്രി വരെ നടത്തപ്പെട്ടതായ എല്ലാ കൂട്ടായ്മകളെയും ദൈവം അനുഗ്രഹിച്ചു. ഓർത്തു പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും ധാരാളം ദൈവം പ്രതിഫലങ്ങൾ നൽകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി അല്പമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ പല നിലകളിലും പല പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കം അത് നേരിട്ടു എങ്കിലും ഇന്ന് പകൽക്കാലത്തെ ആരാധനയ്ക്ക് അതൊരു മുടക്കമായി തീരാതെ പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവം ബലപ്പെടുത്തിയല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മോട് കാണിക്കുന്ന കരുണകൾക്കും കർത്താവ് നമ്മോട് കാണിക്കുന്ന വിശ്വസ്തതകൾക്കും ഒരിക്കൽ കൂടെ നന്ദിയുള്ളവരായി ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. വിശുദ്ധ പകൽക്കാലം, പ്രത്യേകിച്ച് ഞായറാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ആരാധനയുടെ ദിവസമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാം മറന്ന് ആനന്ദിക്കുവാൻ കഴിയുന്ന ഒരിടം ദൈവത്തിൻ്റെ സന്നിധിയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഉലകത്തിൽ എവിടെ പോയാലും നമുക്ക് ഒരു സന്തോഷത്തിൻ്റെ പൂർണ്ണത ലഭിക്കയില്ല. ദൈവത്തിൻ്റെ സന്നിധിയിലാണ് സന്തോഷത്തിൻ്റെ പൂർണ്ണതയുള്ളത്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഭാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് മറന്ന് അതിന്മേലൊക്കെ ഒന്ന് ഹല്ലേലൂയ ഒരു ജയമെടുത്ത് ഹല്ലേലൂയ സന്തോഷമുള്ള മുഖങ്ങളോടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രാജാവ് ഉള്ളിടത്ത് രാജകോലാഹലമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ഓർപ്പിക്കുന്നത് പോലെ നമ്മുടെ രാജാവും കർത്താവുമായ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ ഉള്ളത് കൊണ്ട് അതറിഞ്ഞ് അനുഭവിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം നേരത്തെ പ്രസ്താവിച്ചതുപോലെ വൈപിയുടെ മീറ്റിംഗും ഇന്ന് പകൽക്കാലം നടത്തേണ്ടതുള്ളത് കൊണ്ട് അതിനനുസരിച്ചുള്ള സമയക്രമീകരണം അനിവാര്യമാകയാൽ ഞാനും അതനുസരിച്ച് കാര്യങ്ങളെ ക്രമീകരിക്കുവാൻ കർത്താവിൽ ആശിച്ചുകൊണ്ട് ഇന്ന് പകൽ വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാൻ 39-ാമത്തെ സങ്കീർത്തനമാണ് നമുക്ക് വായിപ്പാനിടയായിത്തീർന്നത്. ഈ വാക്കുകൾ ഈ സങ്കീർത്തനത്തിൻ്റെ പല വാക്യങ്ങളും നമുക്ക് കാണാപ്പാടമാണ്. പലപ്പോഴും നമ്മൾ പറയുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്ന ആശ്വാസം പ്രാപിക്കുന്ന പല വാക്യങ്ങളും ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. ആ നല്ല സങ്കീർത്തനത്തെ ഓർത്ത് ദൈവം നമുക്കത് നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അല്പസമയത്തെ ചിന്തയ്ക്കായി അതിൻ്റെ പ്രാരംഭ വാക്യം വായിപ്പാൻ കർത്താവിൽ ആശിക്കുന്നു. ഒരാൾക്ക് ആ വേദഭാഗം ശബ്ദമുയർത്തി വായിക്കാം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ പ്രസ്താവിക്കുന്ന ഒരു പദമാണ്, ഒരു വാചകമാണ്, വാക്യമാണ് നാം ഇവിടെ വായിപ്പാനിടയായിത്തീർന്നത്. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഈ വാക്യത്തിൽ നിന്ന് നമ്മുടെ ആത്മീക ജീവിതം വിജയപ്രദമാകണമെങ്കിൽ
എന്ത് ചെയ്യണമെന്നുള്ളതിൻ്റെ മറുപടിയാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുവാനായി കഴിയുന്നത്. അനേക വ്യക്തികൾ തകർന്നു പോയിട്ടുള്ളത് ഹല്ലേലൂയ വാക്ക് നിമിത്തമാണ്. അനേക കുടുംബങ്ങൾ തകർന്നു പോയത് മനുഷ്യൻ്റെതായ വാചക കസർത്തു നിമിത്തമാണ്. അനേക ഹല്ലേലൂയ സ്ഥാപനങ്ങൾ തകർന്നു പോയതും മനുഷ്യൻ്റെ വാക്കുകൾ നിമിത്തമാണ്. ഇതേ വാക്കുകൾ കൊണ്ട് തന്നെ ഒരുവനെ ഉയർത്താനും കഴിയും, താഴ്ത്താനും കഴിയും. ഒരുവനെ താങ്ങാനും കഴിയും, ഒരുവനെ തളർത്താനും കഴിയും. മനുഷ്യൻ്റെ വാക്കുകളുടേതായ ആ പ്രയോഗം അത് ശരിയായ തരത്തിലുള്ളതല്ലെങ്കിൽ അത് ആരെയും വേദനിപ്പിക്കും, അത് ആർക്കും ദോഷം വരുത്തും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, നാം ഹല്ലേലൂയ ആയിരിക്കുന്നതായ ഈ ലോകത്തിൽ നടന്നിട്ടുള്ള വളരെ പ്രാധാന്യം നിറഞ്ഞ പല യുദ്ധങ്ങൾ, പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധമൊക്കെ നടന്നതിൻ്റെ പിന്നിലെ ഒരു ചരിത്രത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. സംസാരത്തിൽ നിന്നുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതായ അമിത സംസാരങ്ങളിൽ നിന്ന് അത് അതിരുവിട്ടുപോയ വഴിവിട്ടുപോയതായ പ്രശ്നങ്ങൾ ചെന്ന് കലാശിച്ചത് ഒരു വലിയ യുദ്ധത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ഈ വാക്കുകളിന്മേലുള്ളതായ നിയന്ത്രണം എവിടെ സാധ്യമല്ലാതെ തീരുന്നു അവിടെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു കുടുംബത്തിലാണെങ്കിൽ, അത് ഒരു സമൂഹത്തിലാണെങ്കിൽ, ഒരു സ്ഥാപനത്തിലാണെങ്കിൽ, എന്തിനേറെ പറയുന്നു ഹല്ലേലൂയ ആരാധകരായിരിക്കുന്ന ദൈവജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ആരാധന സ്ഥലമായ സഭാതലത്തിൽ പോലാണെങ്കിലും ഹല്ലേലൂയ ശബ്ദങ്ങൾ വല്ലാതെ നിയന്ത്രണാതീതമല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഹല്ലേലൂയ സംഭവങ്ങളെ വിലയിരുത്തുമ്പോൾ അറിയാം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു ജയജീവിതം ചെയ്യുവാൻ, ഒരു ക്രിസ്തീയ ജീവിതം നല്ല നിലയിൽ ചെയ്യാൻ ദൈവമക്കളെ നമുക്ക് അനിവാര്യമായിരിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകളുടെ മേൽ, നമ്മുടെ നാവിൻ്റെ മേൽ ഒരു വലിയ നിയന്ത്രണം പ്രാപിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഒരാത്മീകനെ അനാത്മീകനാക്കുവാൻ വാക്കുകൾ കൊണ്ട് കഴിയും. അപ്പോൾ തന്നെ ഒരനാത്മീകനെ ആത്മീക ലൈനിലേക്ക് കൊണ്ടുവരാനും ഒരു വാക്കുകൊണ്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. നാമൊക്കെ ഈ കൃപയിൽ ഇന്നിവിടെ ആയിരിക്കുവാൻ ദൈവം ഉപയോഗിച്ച ഏതോ സംഭവങ്ങൾ, ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ദൈവദാസനോ ദൈവദാസിയോ ഹല്ലേലൂയ അവരുടേതായ വായിൽ നിന്ന് മൊഴിഞ്ഞു വന്നതായ ദൈവത്തിൻ്റെ ശബ്ദങ്ങളല്ലേ നമ്മുടെ ജീവിതത്തിൽ ആശ്വാസമായി മാറിയത്. ഈ ദൈവത്തെ അറിയാൻ അതല്ലേ മുഖാന്തരമാക്കിയത്. ആ വാക്കുകൾ നമ്മുടെ നേരെ തറയ്ക്കുന്ന അമ്പുകളായി നമ്മുടെ ഹൃദയങ്ങളിൽ രൂപാന്തരം വരുത്തിയതല്ലേ. രക്ഷിക്കപ്പെടാൻ ആരുണ്ട്, കർത്താവിന് ഹൃദയം കൊടുക്കാൻ ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ വളരെ ഭവ്യതയോടുകൂടെ ഇടം വലം നോക്കാതെ കരമുയർത്തി ചാടി എഴുന്നേറ്റത്, മുന്നോട്ട് കടന്നു വന്നതും ഈ വാക്കുകൾ നമ്മളിൽ വരുത്തിയ വ്യതിയാനങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ ഒരു കാര്യം നാം മറന്നു പോകരുത്. ഒരു കാലത്ത് നന്നായി ആരാധിച്ചു കൊണ്ടിരുന്ന, നന്നായി ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്ന, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന പലരുടെയും ആത്മീക ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഇല്ലാതാക്കിയതും മനുഷ്യന്റെ വാക്കുകളാണ്. ദൈവത്തിന് സ്തോത്രം. എന്താ സഹോദര, എന്താ സഹോദരി അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കാൻ കാരണം, ഇങ്ങനെ മൗനമായിരിക്കാൻ കാരണം എന്താ? ഇങ്ങനെ പുറകോട്ട് മാറാൻ എന്താ കാരണം? ഒരു ആത്മാർത്ഥതയില്ലാത്ത, ഒരു ഊർജ്ജസ്വലത ഇല്ലാതിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നത് ഒന്നുമില്ല. പക്ഷേ അടുത്തടുത്ത് സ്നേഹത്തിലൂടെ അവരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലെ ആ മറച്ചു വച്ചിരിക്കുന്ന ആ വേദനയുടെ സാക്ഷ്യം ഒന്ന് ഹല്ലേലൂയ അഴിച്ചു നോക്കുമ്പോഴാണ് അവർ പറയുന്നത്, വളരെ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു സഭയിൽ, ഞാൻ ആരാധിച്ചു കൊണ്ടിരുന്നതായ ഒരു പ്രത്യേക പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഒരാൾ അല്ലെങ്കിൽ എനിക്ക് നേരെ സംസാരിച്ച വാക്ക് നേരിട്ട് കേട്ടപ്പോൾ, മറ്റൊരാളിൽ കൂടെ കേട്ടപ്പോൾ ആ ആൾ അങ്ങനെ സംസാരിച്ചു എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ ആകെ തളർന്നുപോയി. എന്നെ കൈപിടിച്ചിറക്കിയവരോ അല്ലെങ്കിൽ എനിക്ക് കൈത്താങ്ങൾ തരുമെന്ന് ഞാൻ കരുതിയവരോ എനിക്കെതിരായി ശബ്ദിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് പിന്നെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. അതാ ഞാൻ ഈ തണുത്തുറഞ്ഞിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് കാരണം. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഈ ഒരു വാക്ക് ഹല്ലേലൂയ നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഈ വാക്ക് ഒരുപാട് ദോഷം ചെയ്യുന്നതാണ്. അപ്പോൾ തന്നെ ഒരുപാട് ഗുണവും അതിനുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സദൃശ്യവാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നല്ലോ, നാവിന്റെ ശാന്തത ജീവവൃക്ഷം, അതിന്റെ വക്രതയോ മനോവസനം. യാക്കോബിന്റെ ലേഖനത്തിൽ നാവിനെ കുറിച്ച് പറയുന്നുണ്ട്, നാവ് ഒരു ചെറിയ അവയവമെങ്കിലും അത് വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. ശ്രദ്ധിച്ചു വായിച്ചില്ലെങ്കിൽ
അത് വല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറും. ഹല്ലേലൂയ. ഒരിക്കൽ ഒരാൾ സ്പീഡിൽ വേറെ പുസ്തകം വായിച്ചുകൊണ്ട് പറഞ്ഞു, നാവ് ഒരുത്തി തന്നെ എന്ന് വായിപ്പാൻ. സ്പീഡിൽ വായിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നും. എന്നാൽ നാവ് ഒരു തീയ, ദൈവത്തിന് സ്തോത്രം, അത് കത്തിപ്പിച്ചു കളയും, അല്ലെ ദഹിപ്പിച്ചു കളയും. അങ്ങനെയുള്ള ഒരു അവസ്ഥ അതിനുണ്ട്. നമ്മുടെ നാവ് വളച്ച നാവിൽ നിന്ന് പുറപ്പെടുന്നതായി ഈ വാക്കുകൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഹല്ലേലൂയ, അത് വലിയ ദോഷം വരുത്തി വെക്കുന്നതാണ്. ഇന്ന് പകൽക്കാലം ഈ ചിന്തയുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് ഏറ്റവും സ്നേഹത്തോടെ ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വാക്ക് വിശ്വാസ ജീവിതത്തിൽ കർത്താവിന് കരം കൊടുത്തതിന് ശേഷമുള്ള ജീവിത ചരിത്രങ്ങളെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. നമ്മുടെ വാക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഭാരമുള്ളതായി മാറിയ ഏതെങ്കിലും ഒരു സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ക്രമീകരണം വരുത്താതെ പലയാവർത്തി ദൈവാത്മാവ് വ്യക്തമായി ഓർപ്പിച്ചിട്ടും സാരമില്ലെന്ന് തട്ടിവിട്ട് തൂത്തുവിട്ട് നാം മുന്നോട്ട് പോകുന്ന ഒരു നിലവാരമാണെങ്കിൽ ഇന്ന് പകൽക്കാലം സഹോദരങ്ങളെ, മനസാക്ഷി വഞ്ചിക്കപ്പെടാതിരിക്കാൻ ഞാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. കാര്യം തീർക്കുന്ന ഒരു നാളുണ്ട് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ കർത്താവിന്റെ സന്നിധിയിൽ സകലതും നഗ്നവും മലർന്നുമായി കിടക്കുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടു സഹോദരനോടോ ഹല്ലേലൂയ എൻ്റെ കൂട്ടു സഹോദരിയോടോ ദൈവദാസന്മാരുമായിട്ടുള്ള ബന്ധത്തിലോ ദൈവദാസന്മാരും നിങ്ങളുമായിട്ടുള്ളതായ ബന്ധത്തിലോ അല്ല വീഴ്ചകൾ എവിടെയും സംഭവിക്കാം. മനുഷ്യനല്ലേ, മനുഷ്യന്റെ ജീവിതത്തിൽ എവിടെയും തെറ്റുകൾ സംഭവിക്കാം. പക്ഷേ ഹല്ലേലൂയ, ഞാൻ ആരോട് ക്ഷമ ചോദിക്കണമോ അവിടെ ക്ഷമ ചോദിക്കാൻ ഞാൻ തയ്യാറാകുക എന്നുള്ളത് ദൈവസന്നിധിയിലെ എൻ്റെ സൗമ്യതയുടെ തെളിവാണ്. ഹല്ലേലൂയ. ഞാൻ കർത്താവിൻ്റെ വേലയിലായിട്ട് ഹല്ലേലൂയ 4 നൂറ്റാണ്ട് പിന്നിടാൻ കൃപയാൽ കർത്താവ് എനിക്ക് അവസരങ്ങൾ നൽകി. 25 വർഷം ഞാൻ കർത്താവിൻ്റെ വേലയിലായതുകൊണ്ട് ഞാനൊരു കൂട്ടു സഹോദരനോടൊരു വാക്കിൽ എന്നോട് ക്ഷമിക്കണം, എൻ്റെ വായിൽ നിന്ന് വീണതായ വാക്കാണ് അദ്ദേഹത്തിൻ്റെ ആത്മീക ജീവിതം ഈ നിലയിൽ ഇരുളടഞ്ഞു പോകാൻ കാരണം, മൗനം പാലിക്കാൻ കാരണമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഒരു ദൈവദാസനായ ഞാനാണെങ്കിലും അതിന് തയ്യാറായേ മതിയാകുള്ളൂ. പിതാക്കന്മാരെ, മാതാക്കളെ, സഹോദരിമാരെ, ഹല്ലേലൂയ, അമ്മച്ചിമാരെ, നമ്മുടെ ജീവിതത്തിലാണ് അങ്ങനെ ഒരു പോരായ്മയുണ്ട്. അത് ഇന്നും ഒരു കുറവായിട്ട് ദൈവാത്മാവ് ഓർപ്പിക്കുന്നെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കട്ടെ, ഞാൻ പറഞ്ഞത് കൊണ്ടാകരുത്. ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളോട് വാദിക്കുന്നെങ്കിൽ അത് ഏറ്റവും അടുത്തു വരുന്ന സമയം ചെയ്യാൻ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമുള്ള ജീവിതം നയിക്കേണ്ടതിന്, ഒരു ഹൃദയം ലഭിക്കേണ്ടതിന് അത് അത്യന്താവശ്യമാണ്. അത് ചെയ്തേ മതിയാകുള്ളൂ. ദൈവത്തിന് സ്തോത്രം. കാരണം നാം നിമിത്തം ഒരാളുടെ ജീവിതത്തിൽ ആ ഒരു ഭാരമുണ്ടായി ആ വ്യക്തിക്ക് വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരനോ സഹോദരിയോ ദൈവദാസനോ ആരുമായിക്കൊള്ളട്ടെ, അവർ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഹല്ലേലൂയ അവരുടെ മനസ്സിങ്ങനെ പതറുകയാ, അവരുടെ മനസ്സിങ്ങനെ തളരുകയാ. ഹല്ലേലൂയ. സമാധാനമായി പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, സന്തോഷകരമായി പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഒരു നിലയിൽ ഹല്ലേലൂയ ആ വാക്കുകളുടെ നിമിത്തമുണ്ടായ വേദന ഒരു ഭാരമായി നിൽക്കുന്നെങ്കിൽ ഓർത്തു നോക്കിക്കേ, ആ വ്യക്തി ദുഃഖിക്കാൻ കാരണം നമ്മളല്ലേ? സന്തോഷമായി പ്രാർത്ഥിക്കാനുള്ള ഒരനുഭവം ഇല്ലാതാക്കിയത് നമ്മളല്ലേ? എന്നിട്ടും നമ്മൾ സുഖമായി പ്രാർത്ഥിക്കുന്നില്ലേ? സുഖമായി കിടന്നുറങ്ങുന്നില്ലേ? നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് ചെയ്യുന്നില്ലേ? പക്ഷേ നമ്മുടെ വാക്കിൻ്റെ മുമ്പിൽ മുറിവേൽപ്പിക്കപ്പെട്ട ആ വ്യക്തിയോ സന്തോഷമില്ലാതെ ഹല്ലേലൂയ വലിയ വിശ്വാസത്തിൻ്റെ ഉറപ്പും ധൈര്യവും വചന ഹല്ലേലൂയ അറിവൊന്നുമില്ലാത്ത വ്യക്തിയായിരിക്കാം. അവർ ഭാരപ്പെടാൻ നമ്മൾ കാരണമായി തീർന്നാൽ സ്വർഗം നമ്മോട് ക്ഷമിക്കുമോ? കർത്താവ് നമ്മോട് പൊറുക്കുമോ? ഹല്ലേലൂയ. ഒരുപക്ഷെ നമുക്ക് വലിയ സ്തുതി സ്തോത്രങ്ങളൊന്നും ഈ ശബ്ദത്തിൻ്റെ മുമ്പിൽ ഉയരത്തില്ല, വലിയ സ്തുതിസ്തോത്രങ്ങളൊന്നും ഇതിൻ്റെ മുമ്പിൽ ഉയരത്തില്ല. എങ്കിലും ഞാൻ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ബലഹീനതയ്ക്ക് ഇന്ന് പകൽക്കാലം ഈ വചന ശുശ്രൂഷ മുഖാന്തരം ഒരു രൂപാന്തരം ഉണ്ടായാൽ ഈ വചന ശുശ്രൂഷ ഏറ്റവും നല്ലതായി സ്വർഗം കണക്കിടുമെന്ന എൻ്റെ ചിന്ത. ദൈവത്തിന് സ്തോത്രം. പ്രസംഗിക്കുന്ന എൻ്റെ ജീവിതത്തിലാണെങ്കിലും ഇവിടെ ഇരുന്ന് ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിലാണെങ്കിലും വാക്കുകളുടെ നിയന്ത്രണം നമുക്ക് ഈ ദിവസങ്ങളിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഒത്തിരി ഭാഗങ്ങളിൽ പല വേദഭാഗങ്ങൾ അതിന് ഉപദേശമായിട്ട് നമ്മളെ ഓർപ്പിക്കുന്ന നിരവധി ഭാഗങ്ങളുണ്ടല്ലോ. സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ സാധാരണ നമ്മൾ വായിക്കാറുള്ള ഒരു ഭാഗത്തിലേക്ക് ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. അതിൻ്റെ 5-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യവും 6-ാമത്തെ വാക്യവും നമുക്ക് വായിക്കാം. അതിവേഗത്തിൽ ഒന്നും പറയരുത്.
അതിവേഗത്തിൽ ഒന്നും പറയരുത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു വാക്ക് ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. പെട്ടെന്ന് ചാടിക്കേറി പറയുന്ന, പെട്ടെന്ന് ഇടം വലം നോക്കാതെ പറയുന്ന. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിൻ്റെ അർത്ഥമോ അതിൻ്റെ ആഴം എന്താണെന്ന് പലപ്പോഴും നമുക്കറിയത്തില്ല. അതിനെക്കുറിച്ച് ഞാനൊരു ചെറിയ ഒരു ഉദാഹരണം പറയാം. ദൈവവചനം പഠിച്ചുകൊണ്ട് ബൈബിൾ കോളേജിൽ ഞങ്ങളായിരുന്ന അവസരത്തിൽ വടക്കേ ഇന്ത്യയിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു സഹോദരൻ ഞങ്ങളുടെ കൂടെ പഠിക്കുന്നു. അദ്ദേഹം വലിയ മലയാളമൊന്നും തനിക്കറിയത്തില്ല, എന്നാൽ ഒരു പരുവത്തിലൊക്കെ മലയാളം സംസാരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളെ ഒരു അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്തോ ഒരു രസമായിട്ട് എന്തോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ അവിടെ നിന്നിട്ട് പറഞ്ഞു, സാറ് ക്ലാസ്സിൽ ഇരുന്ന് വിഡ്ഢിത്തരം പറയല്ലെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അറിയാവുന്നവർ ഞങ്ങളെല്ലാം വാ പൊത്തിപ്പോയി. കാരണം ഒരു വിദ്യാർത്ഥി ഒരു അധ്യാപകനോടാണ് പറഞ്ഞേ. ഉടനെ സാറ് പറഞ്ഞു, നീ എഴുന്നേക്കാൻ പറഞ്ഞു, ക്ലാസ്സിന് പുറത്തിറക്കാൻ പറഞ്ഞു. അവനെ ക്ലാസ്സിന് പുറത്തേക്ക് ഇറക്കുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാം കൂടി അവന് വേണ്ടി സാറിനോട് പറഞ്ഞു, സാറേ അവൻ വടക്കേണ്ടി ജനിച്ചു വളർന്ന ആരോ പറയുന്ന കേട്ട് അതങ്ങ് പറഞ്ഞു വിട്ടെന്നേ ഉള്ളൂ, ഇതിൻ്റെ അർത്ഥമൊന്നും എന്ത് ചെയ്യത്തില്ല, അർത്ഥം അറിയാവുന്നത് കൊണ്ട് പറഞ്ഞതല്ല. ഹല്ലേലൂയ. ക്ലാസ്സിലുള്ളതായ അദ്ദേഹത്തിൻ്റെ സഹപാഠികളായ ഞങ്ങൾ ചില ആളുകൾ സാറിനോട് അവന് വേണ്ടി യാചിച്ചത് കൊണ്ട് ഒരു കൺസെഷൻ കൊടുത്തു, മേലാൽ ഇങ്ങനെ മാതിരി വർത്താനം പറയരുതെന്ന് പറഞ്ഞു. പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ സംസാരിക്കുന്ന വാക്ക് ആരോടാണെന്നും നിലമറന്നും നിലവിട്ടും അർത്ഥമറിയാതെയും ഒക്കെ സംസാരിച്ചു പോകുന്ന പല അനുഭവങ്ങളുണ്ട്, പല അവസ്ഥകളുണ്ട്. ഹല്ലേലൂയ. അത് പല നിലയിൽ പലരെയും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് അതിനുള്ള അധികാരമുണ്ട്. ഏത് രീതിയിലും എൻ്റെ നാക്ക് വളയ്ക്കാനുള്ള എനിക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് എന്തും പറയാൻ, ആരോടും പറയാൻ, എങ്ങനെയും പറയാൻ അധികാരമുണ്ടെന്ന് ഒരു ആത്മീക ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നൊരു ദൈവ പൈതൽ ചിന്തിക്കരുത്. ലോകമനുഷ്യൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ നമുക്ക് വ്യവസ്ഥയില്ല. ഒരു അനാത്മികൻ പെരുമാറുന്നത് പോലെ പെരുമാറാൻ നമുക്ക് വ്യവസ്ഥയില്ല. ഹല്ലേലൂയ. ഈ ആലയത്തിനുള്ളിൽ വരുമ്പോൾ മാത്രമുള്ളതായിരിക്കരുത് ആത്മീക ജീവിതം. പുറത്തും ആത്മീക നിലവാരത്തിൽ നാം മുന്നോട്ട് പോകുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യേ ഒരു അതിഥിയായൊരു ദൈവദാസൻ ഉണ്ടല്ലോ. അദ്ദേഹവുമായി ഞാൻ ഇങ്ങനെ 1-2 മിനിറ്റുകൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ വന്നത് ഞാൻ ദൈവമക്കളോട് പറയാം. അദ്ദേഹം ഇങ്ങനെ പറയാനിടയായി. അദ്ദേഹം ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ സഭാവ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസന്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ തൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിന് വന്നൊരു സഹോദരനെ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായി ഇദ്ദേഹം ബൈബിൾ കോളേജിൽ ദൈവവചനം പഠിക്കുന്നവനാണ്. പക്ഷെ അവൻ ഇപ്പോഴും എന്തോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, ലഹരി പദാർത്ഥങ്ങൾ, വസ്തുക്കൾ അല്ല ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അകത്ത് വരുമ്പോൾ പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്. അല്ലെങ്കിൽ ഒരു വാക്യം പറഞ്ഞാൽ അതിൻ്റെ ബാക്കി എന്താ പറയുന്നതെന്നറിയാം, അല്ലെങ്കിൽ അടുത്തത് എന്താ പ്രസംഗിക്കുന്നതെന്നറിയാം. ഒരു വാക്യം എടുത്താൽ അത് എതുവഴിയൊക്കെ പോകുമെന്നൊക്കെ നന്നായിട്ടറിയാം. ഹല്ലേലൂയ. പക്ഷേ ജീവിതത്തിൽ തോറ്റുകിടക്കുക. ദൈവത്തിന് സ്തോത്രം. അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും എല്ലാം നമ്മുടെ അനുഭവങ്ങൾ ആത്മീകന ഉചിതമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ദൈവദാസൻ പറഞ്ഞു, ഹല്ലേലൂയ, ആരാധന ഹാളിൽ വരുമ്പോഴും മാർക്കറ്റിൽ പോകുമ്പോഴും നമ്മുടെ ആത്മീകത്തിൻ്റെതായ തനിമ സൂക്ഷിക്കുവാൻ ദൈവമക്കളായ നമുക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം. അല്ലെ, നമുക്കറിയാമല്ലോ, മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ പല രീതിയിൽ സംസാരിക്കുന്ന ആളുകൾ, പല രീതിയിൽ പെരുമാറുന്ന ആളുകൾ, അവർ പറയുന്നതിനെ ഒപ്പിച്ചു പറയാനോ അവർ പറയുന്നതിനനുസരിച്ചുള്ളൊരു മറുപടി പറയാനോ അല്ലെ നമ്മൾ തുനിയരുത്. അങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് കണ്ടാൽ സൂക്ഷിച്ച് ഒഴിഞ്ഞു മാറണം. ഹല്ലേലൂയ. പുതിയ നിയമസുവിശേഷങ്ങൾ നാം പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രത്യേക ചിന്ത അതിനകത്ത് ഇപ്രകാരമാണ്: കർത്താവിനെ പിടിക്കാനും അവനെ വാക്കിൽ കൊടുക്കാനും ഒക്കെ ആളുകൾ ആഗ്രഹിക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ കർത്താവ് സൂക്ഷിച്ച് ഒഴിഞ്ഞു പോയെന്നാ. കർത്താവിന് സൂക്ഷിച്ചൊഴിഞ്ഞു പോകാനൊക്കെമെങ്കിൽ ദൈവമക്കളെ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? ഹല്ലേലൂയ. ആ വ്യക്തിയുമായിട്ടുള്ള സംസർഗം, ആ കുടുംബമായിട്ടുള്ള സംസർഗം, ആ ഒരു ഇടപാട് എൻ്റെ ആത്മീകമായി എനിക്ക് വലിയതോ അതിന് ദോഷം വരുത്തുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവിടെ നിന്ന് അകന്നു നിൽക്കുക, അവിടെ നിന്ന് അകന്നു മാറുക. അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പരിപാവനപരമായ ഒരനുഭവത്തിന് ഏറ്റവും അനിവാര്യമെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നാം വായിച്ച വേദഭാഗം ശ്രദ്ധിക്കണമേ. അതിവേഗത്തിലൊന്നും പറയരുത്. ഒരു വാക്ക് ദൈവസന്നിധിയിൽ ഉച്ചരിപ്പാൻ
ബന്ധപ്പെടരുത്. തുടർന്ന് വായിച്ചാട്ട്. ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. ഹല്ലേലൂയ. കൂടുതൽ പറയുന്നതിനിടയ്ക്ക് എവിടെങ്കിലും ഒരു പിഴ സംഭവിക്കാൻ, ഒരു തകരാറുകൾ സംഭവിക്കാൻ, അത് നിമിത്തം പലർക്കും അതൊരു ഭാരമായി തീരാൻ, അത് പലർക്കും ഒരു വേദനയായും തീരാൻ ഹല്ലേലൂയ ഇടയാകുന്നതിനേക്കാൾ കൂടുതൽ വാക്കുകളുടെ മേൽ നിയന്ത്രണം ഏറ്റെടുത്ത് അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്റെ വാക്കുകൾ ചുരുക്കമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മൗനമായിരിക്കണമെന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. സംസാരിക്കേണ്ടത് സംസാരിക്കണം. തക്ക സമയത്ത് പറഞ്ഞ വാക്ക് അല്ല വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തെറ്റിദ്ധരിക്കപ്പെടരുത്. ചുട്ട മറുപടി കൊടുക്കുന്നതല്ല, വായടപ്പിക്കുന്ന മറുപടി കൊടുക്കുന്നതല്ല അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ചില ആളുകൾ പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒത്തിരി എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ നല്ല ഒരു വാക്ക് പറഞ്ഞു, അതോടെ ആ വ്യക്തിയുടെ വായടഞ്ഞു. അതല്ല തക്ക സമയത്ത് പറഞ്ഞ വാക്ക്. ഹല്ലേലൂയ. മറ്റുള്ളവരെ താങ്ങുന്ന, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന നമ്മുടെ ഒരു വാക്കായിരിക്കാം ഒരാളെ നിത്യനാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത്, ഒരാളെ ഹല്ലേലൂയ നാശക്കുഴിയിൽ നിന്ന് രക്ഷിക്കുന്നത്. അല്ലെ നമ്മുടേതായ ഒരു നല്ല വാക്ക്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, ഈ നാളുകൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ആ നിലയിൽ നയിക്കപ്പെടുവാൻ എനിക്കും നമുക്കെല്ലാവർക്കും ദൈവം കൃപ തരട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ വളരെ ചുരുക്കമായിരിക്കട്ടെ. ഇനി അതിൻ്റെ 6-ാമത്തെ വാക്യം, നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമായി തീരരുത്. അടുത്തത്, അബദ്ധവശാൽ വന്നുപോയി എന്ന് പറയാൻ ദൂതന്റെ മുമ്പിൽ ഇടവരരുത്. ഹല്ലേലൂയ. ഒരു വാക്ക് പറയാൻ നീ ബന്ധപ്പെടരുത്. നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. നമ്മുടെ കുറിവാക്യം അല്ലെ നമ്മൾ വായിച്ച 39-ാം സങ്കീർത്തനത്തിലെ വാക്യം ശ്രദ്ധിക്കുക, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ. നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമായി തീരരുത്. ദൈവത്തിന് സ്തോത്രം. സൂക്ഷിക്കേണ്ടതിനെ സൂക്ഷിച്ച്, ശ്രദ്ധിക്കേണ്ടതിനെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ. അപ്പം നാവ് കൊണ്ട് പാപം ചെയ്യാനുള്ള കാരണം എന്താ? എൻ്റെ വഴികളാ, എൻ്റെ ജീവിതമാ. എൻ്റെ ജീവിതത്തിൻ്റെ ആ നിലവാരമാണ് എന്നെ കൊണ്ട് പാപം ചെയ്യിക്കാൻ എന്ത് ചെയ്തത്? പ്രേരണമായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ എൻ്റെ വഴികളെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. വഴികളെ സൂക്ഷിച്ചാൽ എനിക്ക് നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ കഴിയും. ഞാനത് ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ നാവ് കൊണ്ട് പാപം ചെയ്യാൻ കാരണം എൻ്റെ വഴികളാണ്, അല്ല ഞാൻ തിരഞ്ഞെടുക്കുന്ന പാതകളാണ്, എൻ്റെ ജീവിതത്തിൻ്റെ നിലവാരമാണ്. അതുകൊണ്ട് എൻ്റെ വഴികളെ ഞാൻ സൂക്ഷിച്ചാൽ, എൻ്റെ വഴികളെ ഞാൻ ശ്രദ്ധിച്ചാൽ എനിക്ക് നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ എന്ത് ചെയ്യും? കഴിയും. രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് അതിന് തെളിവിനായി നമുക്ക് 2-ാമത്തെ പുസ്തകം അതിൻ്റെ 6-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ആദ്യമായി വായിച്ചാട്ട്. വിട്ടുകളഞ്ഞുവല്ലോ. യഹോവയാണ് ഞാൻ അവൻ്റെ പിന്നാലെ ഓടിച്ചെന്ന്. അടുത്തത്, ഹല്ലേലൂയ. ഗേഹസി ചെയ്ത ഒരു കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. ഒരു സൗഖ്യത്തിന് വേണ്ടി ഏലിശയുടെ അടുക്കൽ നയമാൻ കൊണ്ടുവന്ന യാതൊരു സാധനവും, വിലപിടിപ്പുള്ള കൊള്ളാവുന്ന വസ്ത്രങ്ങൾ ഉൾപ്പെടെ, ഹല്ലേലൂയ, ആഭരണങ്ങൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ വെള്ളി പൊന്ന് അതിയായിട്ടുള്ള സാധനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെറുതെ വാങ്ങാതെ വിറ്റുകളഞ്ഞ കാഴ്ച കണ്ടപ്പോൾ ഗേഹസി പറഞ്ഞു, യഹോവയാണ് ഞാൻ നിശ്ചയമായും അവൻ്റെ പിന്നാലെ ഓടിച്ചെന്ന് അല്പമെങ്കിലും എന്ത് ചെയ്യും? വാങ്ങും. അവൻ്റെ പിന്നാലെ എന്ത് ചെയ്തു? ഓടിപ്പോയി. ഇത് വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ ആര് കാണുന്നില്ല? ഏലിശ കാണുന്നില്ല. പുള്ളിക്കാരൻ അവൻ്റെ പുറകെ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോയ ഉടനെയാണ്. ഇപ്പോൾ ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്,
ഹല്ലേലൂയ, വയനാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഹൈറേഞ്ചിൽ നിന്നോ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ നിന്നോ 2 സഹോദരന്മാർ, 2 കർത്താവിൻ്റെ ദാസന്മാർ ഇപ്പോൾ ഓഫീസിൽ വന്നു. ഓഫീസിൽ വന്നപ്പോൾ അവരുടെ സങ്കടമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ കാര്യമായിട്ട് ഒന്നുമില്ലാതിരുന്നപ്പോൾ യജമാൻ എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, ഒരൊറ്റ പോംവഴിയേ ഉള്ളൂ. ആ കൊണ്ടുവന്നവനെ നമ്മളൊന്നും വാങ്ങാതിരുന്നത് കൊണ്ട് അവന് വലിയ വിഷമമുണ്ട്. നമുക്ക് നമ്മുടെ ഈ കാര്യം സാധിക്കുകയും ചെയ്യണം. അതുകൊണ്ട് നീ വേഗത്തിൽ അവൻ്റെ പിന്നാലെ ചെന്ന് ഹല്ലേലൂയ അല്പം വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ വന്നത് എന്ന് എല്ലാം പറഞ്ഞില്ലെങ്കിലും പുള്ളി പറഞ്ഞതിൻ്റെ ആശയം അവിടെ അങ്ങനെയാണ് കാണുന്നത്. ഹല്ലേലൂയ. നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചാട്ട് 22-ാമത്തെ വാക്യം. ആ ആ ഇനി അത് ഞാനങ്ങ് പറയാം. അവരെൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ അവർക്ക് കൊടുക്കാനൊന്നും ഇല്ലാഞ്ഞത് കൊണ്ടാണ് ഹല്ലേലൂയ എന്നെ നിൻ്റെ അടുക്കലേക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ കൊണ്ടുവന്നതിൽ എനിക്ക് സ്വല്പമൊക്കെ എന്ത് ചെയ്യണം, തരണമെന്ന് പറഞ്ഞു. അവൻ ചോദിച്ചതിനേക്കാൾ കൂടുതൽ അവൻ എന്ത് ചെയ്തു, കൊടുത്തു. അത് വാങ്ങി അവൻ ഭദ്രമായി ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു, കൊണ്ടുവച്ചു. ഇനി നമുക്കതിൻ്റെ 25-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പിന്നെ അവൻ അകത്തു കിടന്ന് യജമാനന്റെ മുമ്പിൽ നിന്നു. ഏലിശ അവനോട്, ഗേഹസിയെ, നീ എവിടെ പോയി എന്ന് ചോദിച്ചു. അടുത്ത മറുപടി, ഞാൻ എങ്ങും. അപ്പൊ വാസ്തവത്തിൽ അവൻ അവന്റെ നാവ് കൊണ്ട് എന്തോ ചെയ്തു, ഒരു പാപം ചെയ്തു, അല്ലേ? അല്ലെങ്കിൽ ഞാൻ എങ്ങും, അത് പരമാർത്ഥമല്ല. ഇത് പറയുമ്പോൾ തന്നെ ഗേഹസിക്ക് അറിയാം, ഞാൻ ഈ പറയുന്നത് ഒരു പരമാർത്ഥതയുമില്ലാത്ത കാര്യമാണ്. അത് ശുദ്ധ ഹല്ലേലൂയ നുണയാണ്, അല്ലെങ്കിൽ ശുദ്ധമായ തെറ്റാണ് ഞാൻ ഈ വിളിച്ചു പറയുന്നത്. ഇത് പറയുന്നത് ഏലിശ പ്രവാചകനോടാണ്. ഏലിശയുടെ ബാല്യക്കാരൻ ഏലിശയോട് ഹല്ലേലൂയ തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ട് പറയുക, ഞാൻ എങ്ങും പോയില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അടുത്ത വാക്യം, അതിനവൻ ഹല്ലേലൂയ ദൂത് വളരെ വ്യക്തമായി പറയുക, ആ പുരുഷൻ അല്ലേ, നിന്റെ ഓട്ടമൊക്കെ സ്ക്രീനിൽ എന്ന പോലെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്ക്രീനിൽ എന്ന പോലെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അവൻ രഥത്തിൽ നിന്നിറങ്ങി നിന്നെ എതിരേറ്റ സമയം എൻ്റെ ആത്മാവ് നിന്നോടുകൂടെ പോരുന്നില്ലയോ? അടുത്തത്, ദ്രവ്യം സമ്പാദിപ്പാനും അടുത്തത് ഈ ഒരു പ്രവൃത്തി ചെയ്തത് കൊണ്ട് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? വസ്ത്രം കിട്ടി, കുറെ സാധനങ്ങളൊക്കെ കിട്ടി. അതിൻ്റെ കൂട്ടത്തിൽ ആഗ്രഹിക്കാത്ത, ചോദിക്കാത്ത, ഇച്ഛിക്കാത്ത ഒന്നുകൂടെ എന്ത് ചെയ്തു, കിട്ടി. ആ പുള്ളിയുടെ ശരീരത്തിലുണ്ടായിരുന്നത് അവൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയത് ഇവൻ്റെ ശരീരത്തിലേക്ക് എന്ത് ചെയ്തു, കയറി. ദൈവ പൈതലേ, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കും. ആ വഴികളെ സൂക്ഷിച്ചിരുന്നെങ്കിൽ, ആ ഒരു വഴിയിലേക്ക് ചായാതിരുന്നെങ്കിൽ, ആ ഒരു വഴിയിലേക്ക് മനസ്സ് ചായാതിരുന്നെങ്കിൽ, ആ ഒരു നീക്കത്തിനു വേണ്ടി അവൻ തയ്യാറാകാതിരുന്നെങ്കിൽ അവൻ ഇപ്പോഴും ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയും. ഒരു കുഷ്ഠരോഗം ചോദിച്ചു വാങ്ങേണ്ട ഒരു ഗതികേട് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകയില്ല. അങ്ങനെയെങ്കിൽ പകൽക്കാലം നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ പകൽക്കാലം ദൈവമക്കളെ, നമുക്ക് നമ്മുടെ വഴികളുടെ മേലൊരു നിയന്ത്രണം ഏറ്റെടുക്കാം. ഒരു പക്ഷേ ദൈവത്തിൻ്റെ ആലോചനയില്ലാതോ ദൈവഹിതമില്ലാതോ നമുക്ക് ഇഷ്ടമുള്ളതായ വഴികൾ കൂടെ നാം മുന്നോട്ട് പോകുന്നത് കൊണ്ടും അതിനോടുള്ള ബന്ധത്തിൽ ന്യായീകരണത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞു കൂട്ടുന്ന വാക്കുകൾ നിമിത്തം ഒരുപാട് പാപങ്ങൾ അതിനകത്ത് വരികയാണ്, ഒരുപാട് വീഴ്ചകൾ അതിനകത്ത് വരികയാണ്, ഒരുപാട് തെറ്റുകൾ അതിനകത്ത് കടന്നു വരികയാണ്. ഹല്ലേലൂയ. നിസ്സാരമായ ചില നേട്ടങ്ങൾ അവിടെ ഉണ്ടെന്ന് തോന്നുമ്പോൾ തന്നെ ചോദിക്കാത്ത, ആഗ്രഹിക്കാത്ത ഒത്തിരി ദുരന്തങ്ങളിലൂടെ അവൻ്റെ ജീവിതത്തെ കടന്നു പിടിക്കാനിടയായി. അവിടെ വായിക്കുന്നത്, അവൻ കുഷ്ഠരോഗിയായി ഹല്ലേലൂയ അവൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു പോയി എന്ന. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ ഒരു വലിയ ദുഃഖകരമായ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഒരു ചൂണ്ടുപലകയായി നിൽക്കുകയാണ്. നയമാന്റെ ജീവിതത്തിൽ നിന്ന് പകരപ്പെട്ടതായ കുഷ്ഠരോഗം ഗേഹസിയുടെ ജീവിതത്തിൽ വലിയൊരു ഹല്ലേലൂയ ഗതികേടായി മാറിയെങ്കിൽ, വലിയൊരു പ്രയാസമായിട്ട് മാറിയെങ്കിൽ ഇതിനൊക്കെ കാരണം അവൻ്റെ വഴികളെ സൂക്ഷിക്കാൻ അതുകൊണ്ടാണ്. ഗേഹസി ചോദിച്ചു, നീ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ
അല്ലെങ്കിൽ അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അവിടെ നീക്കുപോക്കുണ്ട്. ഹല്ലേലൂയ. ഏകദേശം ചിന്തിച്ചു, ഒരു പക്ഷേ അബദ്ധം പറ്റിപ്പോയെന്നറിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ തിരിച്ചു ചോദിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതിയായിരിക്കും. എന്താണെങ്കിലും ഞാൻ എങ്ങും എന്ത് ചെയ്തില്ല, പോയില്ല. നിസ്സാര വാക്കാ പറഞ്ഞേ, ഞാൻ എങ്ങും പോയില്ല. പക്ഷേ അല്ലെങ്കിൽ അവൻ്റെ ചലനങ്ങൾ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും, എൻ്റെ നടപ്പും കിടപ്പും നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. അങ്ങനെയെങ്കിൽ ഒരു ദൈവ പൈതലിൻ്റെ എല്ലാ ചലനങ്ങളും നന്നായി അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം ജീവിക്കുന്നത്. ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് ഈ പകൽക്കാലം നാം ആയിരിക്കുന്നത്. കണ്ണാടിയിൽ കടമൊഴിവായി കാണുന്നത് പോലെ നമ്മെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ മുൻപാകെ നാം ആയിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പരിശോധിക്കുക. നമ്മുടെ നാവുകളിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വാക്കുകളെ ഒന്ന് ശ്രദ്ധിക്കുക. അത് ദൈവസന്നിധിയിൽ പറയുന്നതാണെങ്കിൽ, മറ്റൊരാളോടുള്ള ബന്ധത്തിൽ പറയുന്നതാണെങ്കിലും അത് ശ്രദ്ധിക്കാൻ, അത് സൂക്ഷിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ സഭയെ തകർക്കാൻ, നമ്മുടെ കുടുംബങ്ങളെ തകർക്കാൻ ഒരു പക്ഷേ ഹല്ലേലൂയ കവലകളിലോ തെരുക്കോണുകളിലോ അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലൊക്കെ നിന്ന് കാര്യമറിയാൻ ആളുകൾ ഹല്ലേലൂയ നമ്മോട് ചോദിക്കും. ഒരു പക്ഷേ നമ്മെ ചൊടിപ്പിക്കുന്ന തരത്തിൽ നമ്മിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടാൻ ഒരു പക്ഷേ ചോദിക്കുമ്പോൾ അവിടെയാ നിയന്ത്രണം വേണ്ടത്. വചനം പറയുന്നു, ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ വായി കടിഞ്ഞാടണം. എൻ്റെ വായിൽ നിന്നും ഒരു വാക്ക് വന്നിട്ട് അവനത് നാട്ടിൽ മുഴുവൻ കാട്ടുതീ പോലെ പരത്തി അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ പറഞ്ഞത്, നാം പറഞ്ഞതിനേക്കാൾ 4 ഇരട്ടി പറഞ്ഞത് ദുഷ്ടനായിരിക്കും. പക്ഷേ നമ്മുടെ വായിൽ നിന്ന് വീണ് കിട്ടതായ ഒരു വാക്ക് ഒരു കിളികൊത്തി പറക്കി ഹല്ലേലൂയ കൊണ്ടെന്ന് പരത്തുന്നത് പോലെ അത് പരത്താൻ ഇടയായിത്തീരും. അതുകൊണ്ട് നിയന്ത്രണം പാലിക്കേണ്ട ഇടങ്ങളിൽ നിയന്ത്രണം പാലിക്കണം. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കും. പ്രിയ ദൈവമക്കളെ, നമ്മെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും അത് ദൈവനാമത്തിന് മഹത്വത്തിന് കാരണമായി തീരുവാൻ ആർക്കും ഒരു വേദനയായി തീരരുത്. ശുദ്ധ മനസാക്ഷിയോടെ, നല്ല ഹൃദയത്തോടെ, പ്രാഗൽഭ്യത്തോടെ അല്ല, ഞാൻ ദൈവമക്കളോട് പറയട്ടെ, എൻ്റെ രഹസ്യ പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയം ഇതാണ്: കർത്താവേ, എൻ്റെ വാക്കോ പ്രവൃത്തിയോ ആർക്കൊരു ഭാരമായി തരുന്നത്. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളിലും ദൈവത്തോട് ഞാൻ അങ്ങനെ പറയാറുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോഴാണ് പിന്നെ ഒരു ക്ഷമയുടെ ആവശ്യം വരുന്നത്. എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സൂക്ഷിച്ച് നമ്മൾ നിന്നാൽ ഒരു ക്ഷമ ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. തെറ്റിപ്പോയി എന്ന് പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എന്നോട് പൊറുക്കണമെന്ന് ഒന്ന് പറയേണ്ട കാര്യമില്ല. ഒരു ഹസ്തദാനം ചെയ്ത് ഒരു ചുംബനം അതിനൊരു പരിഹാരമായി നൽകേണ്ടതിൻ്റെതായ ഒരു ആവശ്യമില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ സൂക്ഷിച്ചാൽ മതി, നാം നമ്മെ തന്നെ കൺട്രോൾ ചെയ്താൽ മതി. എത്ര ശ്രദ്ധിച്ചാലും എത്ര സൂക്ഷിച്ചാലും നമുക്കൊരു കൺട്രോൾ വരുന്നില്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിച്ചാൽ മതി. എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, എൻ്റെ അധരദ്വാരം ഒന്ന് കാവൽ നിർത്തണമേ, എൻ്റെ അധരദ്വാരം ഒന്ന് കാവൽ നിർത്തണമേ. ഹല്ലേലൂയ. അരുതാത്തത് ഞാൻ എത്ര ശ്രമിച്ചിട്ടും അത് പുറത്ത് വന്നു പോകുകയാ, അരുതാത്തത് വന്നു പോകുകയാ, അരുതാത്തത് വീണു പോകുകയാ. അതിനാൽ അനേകർ മലിനപ്പെടുന്നുണ്ട്, അനേകർ ഹല്ലേലൂയ വേദനിക്കുന്നുണ്ട്, അനേകരുടെ മുറിവുകൾ അത് വ്രണപ്പെടുന്നുണ്ട്. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് ജയിപ്പാനുള്ള കൃപ തരണമേ. ഈ പ്രസംഗിക്കുന്ന ഞാനും ഈ പ്രസംഗം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ ദൈവാത്മാവ് നമ്മളെ നയിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് തയ്യാറാകണമെന്ന് എൻ്റെ ആഗ്രഹം. കാരണം ഈ ഭൂമിയിൽ നമ്മളായിരിക്കുന്ന ഈ ജഡശരീരം വീണ്ടെടുക്കപ്പെട്ടതല്ല ദൈവമക്കളെ, ഈ ലോകം വീണ്ടെടുക്കപ്പെട്ടതല്ല. അങ്ങനെയെങ്കിൽ ഒരാത്മീകനെ ഏത് വിധേയനെയും തെറ്റിക്കുവാൻ വചനം പറയുന്നത് അങ്ങനെയാണല്ലോ. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കുവാൻ പിശാച് വളരെ പരിശ്രമം ചെയ്യുന്ന ഒരു കാലയളവിലാണ് നമ്മളായിരിക്കുന്നത്. ആകയാൽ നോട്ടം കൊണ്ടും വാക്കുകൊണ്ടും നമ്മുടേതായ പ്രവർത്തികൾ കൊണ്ടും പെരുമാറ്റങ്ങൾ കൊണ്ടും ദൈവനാമത്തിന് മഹത്വം വരുമാറ് അല്ലെ ഒരു വിഷയങ്ങളല്ലാതെ, ഒരു പ്രവൃത്തിയല്ലാതെ, ഒരു വാക്കോ പെരുമാറ്റവും അല്ലാതെ ഒന്നും ഉണ്ടാകരുതേ എന്ന്, കർത്താവെ ഉണ്ടാകാൻ ഇടവരരുതേ എന്ന് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നമുക്ക് പ്രാർത്ഥിച്ച് ഒരു ജയകരമായ ജീവിതം നയിപ്പാൻ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച ദൈവസന്നിധി പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവം നമുക്ക് അവസരം തന്നു. എല്ലാറ്റിനായും കർത്താവിന് നന്ദി പറയാം, എല്ലാറ്റിനായും കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ നമ്മെ വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യാൻ സർവശക്തൻ കൃപ തരേണ്ടതിന് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. നിത്യസ്നേഹത്താൽ
ആഴമായി സ്നേഹിച്ച ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല നിമിഷത്തിനായും തിരുസന്ധിക്കായും സ്തോത്രം. അവിടുത്തെ പാദപീഠത്തിൽ ഒരിക്കൽ കൂടെ കടന്നു വരാനിടയായി കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ആ വചനത്തിനു മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ വാക്കിൻ്റെ മേലും നാവിൻ്റെ മേലും ഞങ്ങളുടെ ജീവിതത്തിന് മേലും നിയന്ത്രണം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ, ഒരു ജയജീവനം ചെയ്യാൻ എനിക്കും എൻ്റെ ഹല്ലേലൂയ പകൽക്കാലം അവിടുത്തെ വചനം കേട്ട എല്ലാ ദൈവമക്കൾക്കും അവിടുന്ന് കൃപ ചെയ്യും. അതിനായി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതിന്മേൽ പൂർണ്ണ ജയം പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. തുടർന്നുള്ള നിമിഷങ്ങളും അവിടുത്തെ സന്നിധിയിലായിരിക്കട്ടെ. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ, തുടർന്നുള്ള ശുശ്രൂഷകൾ എല്ലാം അനുഗ്രഹമാക്കണമേ. മഹത്വം അവിടുന്ന് എടുക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കരവും ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ എന്റെ പേർക്കാ കൈകാലുകളാണിക്കാൻ ഏൽപ്പിച്ചോനെ. കാൽവരി ക്രൂശിൽ എന്റെ പേർക്കാ കൈകാലുകളാണിക്കാൻ ഏൽപ്പിച്ചോനെ. കൺകൾ നിറയുന്നു, ഉള്ളം തുടിക്കുന്നു, രക്തം ചിന്തി എന്നെ വീണ്ടതിനാ. കൺകൾ നിറയുന്നു, ഉള്ളം തുടിക്കുന്നു, രക്തം ചിന്തി എന്നെ വീണ്ടതിനാ. ശൈലവും